അച്ഛാ അച്ഛാ നില്ല് 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 നില്ല്. എടാ ഗുണശേഖരൻ രഹസ്യമായിട്ട് കരു നീക്കുകയായിരുന്നു. സുനന്ദ ഏതോ മുറിക്കത്തിട്ട് പൂട്ടിയിരിക്കുക. ഇന്ന് ആരോ ഒരുത്തൻ അവളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അച്ഛൻ വണ്ടി കയറാ. എടാ എടാ ഞാൻ ഇരുന്നിട്ടില്ല, എന്നാ നടന്നു വന്നാ മതി. അപ്പോഴേ ഇനി ഇവിടുന്ന് ചെറുക്കന്റെ വീട് കാണാനുള്ളവർക്ക് അങ്ങോട്ട് വരാം. അങ്ങനെ ചടങ്ങൊന്നും വേണമെന്നില്ല. മേപ്പാട് തറവാടെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ലാത്തൊന്നല്ലോ. അപ്പൊ പറഞ്ഞ പോലെ ചിങ്ങം 12-ന് തന്നെ കല്യാണം നടത്താൻ ഒക്കുമല്ലോ. ആയിക്കോട്ടെ. ഒറ്റ മകളല്ലേ ഉള്ളൂ, കല്യാണം ഒന്ന് കൊടുത്തോട്ടെ. ഇത് നടക്കില്ല. എന്റെ പെണ്ണിനെ നിർബന്ധപൂർവ്വം വല്ലവന്റെ പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗുണശേഖര, നീ നിർവ്വകേട് കാണിക്കരുത്. നമ്മുടെ പന്തയത്തിന് ചിങ്ങം വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് നീ എന്ത് വേണമെങ്കിലും കാണിച്ചു. പോക്കൃത്തരം കാണിക്കാതെ തന്റെ മോനും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളും. കാര്യങ്ങൾ എവരും കൂടി അറിയട്ടെ. ഞാനും സുനന്ദയും തമ്മിൽ സ്നേഹത്തില. സംശയം ഉണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിക്കും. നിങ്ങളെല്ലാം കൂടി എന്തൊക്കെ നിശ്ചയം നടത്തിയാലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് മരിക്കെങ്കിലും ചെയ്യും. ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് വാടാ. ദോഷം പറയരുത്. നല്ല ജിലേബി. എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. എല്ലാം കലവിത്തിലേ. അച്ഛനാ കൊച്ചച്ഛനും കുഞ്ഞമ്മയും ചക്രവും ഞങ്ങളോട് ക്ഷമിക്കണം. കളിച്ച് കളിച്ച് കളി കാര്യമായിപ്പോയി. കൊച്ചച്ച, ഞങ്ങളുടെ പ്രേമം 4 ആൾ അറിഞ്ഞതൊരു കലാപമായി മാറുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് നടത്തിയേക്കാമെന്ന് കരുതി. മാത്രമല്ല, ഇവിടുന്ന് എപ്പോഴാ 144 പ്രഖ്യാപിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ പുറത്തിറങ്ങി കല്യാണം കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. ചക്രവളിന് എന്തൊന്നും മിണ്ടാത്തത്. ഞാനീ കാണിച്ച് തെറ്റായിപ്പോയോ? തെറ്റായിപ്പോയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു രജിസ്റ്റർ മാരേജിനേക്കാളും എനിക്കിഷ്ടം എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയുള്ള ഒരു വിവാഹമാണ്. എല്ലാവരുടെ അനുഭവത്തോടെ ആണെങ്കിൽ ഞാൻ പങ്ക്രിയെ വൺസ് മോർ കൂടി മാരി ചെയ്യാൻ തയ്യാറാണ്. കൊച്ചച്ഛന് എന്തൊന്നും മിണ്ടാത്ത. ഇവന്റെ പ്രേമം പുഷ്പിച്ച് കാണാൻ വേണ്ടിയാ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ പുഷ്പിച്ചത് ഇവളായിപ്പോയി. മക്കളെ, എനിക്കും ശാന്തയ്ക്കും ഒരു പ്രേമത്തിന് എതിരേൽക്കാനാവില്ല. അതാണ് എന്റെ അച്ഛൻ. മനസ്സിലായല്ലോ? എന്താ നോക്കിയിരിക്കുന്നത്? അകത്തോട്ട് കയറ്. ജപ്പാൻജി, കലക്കി ജപ്പാൻജി. ഞാൻ പറഞ്ഞതുപോലെ സംഗതികളൊക്കെ ഒപ്പിച്ചല്ലോ. എടോ പരോപകാരി പപ്പു, ഇനി വനിതാ ബാർബർ ഒഴിച്ച് താനെന്ന് ആളെ കൂട്ടുന്ന എനിക്കൊന്ന് കാണണം. നാളെ മുതൽ ജപ്പാൻജിയും ഈ പങ്കജിയും ഭൂലോക സുന്ദരിയില്ല. 2 ചട്ടുകളുടെ മുഖത്ത് നോക്കി ആട്ടിട്ട് വേഗം വാ ജപ്പാൻജി. എന്റെ കൊച്ചച്ഛനും ആളിയനും ഇതിനെ ശബ്ദിച്ചാലുണ്ടല്ലോ. ഇറങ്ങടാ പട്ടി വെളിയിൽ. വലുകാലം വെച്ച് കയറാം. ഒന്ന് എഴുന്നേറ്റേ. എന്താടി? ആ ചെറുക്കൻ ഇവിടെ പോയി കാണുന്നില്ലല്ലോ. അവനവിടെ വല്ലയിടത്തും കാണും. ഞാൻ എല്ലായിടത്തും നോക്കി. ഒന്ന് എഴുന്നേറ്റേ. സുനന്ദേ, സുനന്ദേ, കണ്ടോ? അവിടെ എല്ലാം നോക്കി, ഒന്നും കാണുന്നില്ല. ഞാൻ അപ്പുറത്ത് നോക്കി. ഞാൻ വടക്കുവശത്ത് പോയി നോക്കിയേ. സുനന്ദേ, മോളെ സുനന്ദേ, ദൈവമേ, ഈ പെണ്ണിന് എവിടെ പോയി കിടക്കേ? സുനന്ദ മോളെ, മോളെ, സുനന്ദേ. എന്റെ മോളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എല്ലായിടത്തും നോക്കി. എന്റെ മോള്, ദൈവമേ, എന്റെ ഈശ്വര. പപ്പു, പപ്പു, എന്താ എന്റെ മോളെവിടെ? പറയണ മര്യാദക്ക് എന്റെ മോളെവിടെ? ഈശ്വര, സുനന്ദ മോളെ കാണുന്നില്ലേ? എടാ ഗുണശേഖര, എന്റെ ചക്രത്തിനെയും കാണുന്നില്ല. ദൈവമേ, പിള്ളേരെ വല്ലവഴിക്കും പോയോ? നീ നാടകം കളിക്കരുത്. നിനക്കറിയാം അവരെവിടെ ഉണ്ടെന്ന്. പറയണ എന്റെ മോളെവിടെന്ന്. എടാ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയില്ല. എനിക്കറിയാം. കുറെ നാളെ എന്റെ മോളെ അവനെ വിട്ടിട്ട് നീ വെള്ളവും തീരെ മോനും കൂടി എടുത്താലുണ്ടല്ലോ. പറയുന്നേക്ക്. അയ്യോ, ഒന്ന് മാറേ പൊന്നാര മോളെ.
മക്കളെ എന്ത് കരുകയാണ് എന്റെ മോളെ എന്തിനാ മക്കളെ ഈ ചതി ചെയ്തത്? കുലശേഖര ആയോടാ പറയുന്നില്ല. എന്റെ പൊന്നു മോളെ, നീ കൊലച്ചത് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ എന്തിനും സമ്മതിക്കാറുന്നല്ലോ മോളെ. ഓ അവർ ചത്തു കഴിഞ്ഞപ്പോഴെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ. ഈ തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. എല്ലാം എന്റെ തെറ്റാണ്. തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇത് സത്യസന്ധമായ മനംമാറ്റമാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ജീവിച്ച് വിവാഹം കഴിച്ചോളാം. പക്ഷേ അമ്മാവൻ ഇനി വാക്ക് മാറരുത്. ഞങ്ങളുടെ ഈ നാടകവുമായി സഹകരിച്ച നല്ലവരായ നാട്ടുകാർക്ക് നന്ദി, നമസ്കാരം. ജപ്പാൻജി, ഇനി ലാൻഡ് ചെയ്യാം. ഹാംജി. ബാബാ, കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. അച്ഛാ, ഇങ്ങനെ ഒരു പോക്കൃത്തരം കാണിക്കരുത്. ചക്ര, കളി കുറച്ചധികമായി പോയി. അവരെ കാക്ക വീടാ വീടാ. അമ്മാവ, പറയട്ടാ. പപ്പു, പറയടാ നിന്റെ മോനോട് എന്റെ പകുതി മീശ പഠിക്കാൻ. പഠിക്കടാ. അമ്മാവ, മടിക്കേണ്ട ചക്രു. ബന്ധം വേറെ, പന്തയം വേറെ. വടിക്കടാ. അമ്മാവൻ തോറ്റെങ്കിലല്ലേ മീശ കളയേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഇപ്പൊ ജയിച്ചിരിക്കുന്ന അമ്മാവനാ. ധൈര്യമായിട്ട് ഈ മീശയുടെ കട്ടി ഒന്നുകൂടെ കൂട്ടിക്കോ. കറക്റ്റ്. എടാ, ഇവിടെ നമ്മൾ ആരും തോറ്റിട്ടില്ലടാ.